അസ്സലാമലൈക്കും അവ്വാജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ 4 മണിന്റെ ചായന്റെ ഒരു കൽത്തപ്പ കടി. ഒരു കപ്പ് പച്ചരി നല്ല കുതിർത്തിട്ട് കഴുകിയിട്ടെടുത്ത 1 കപ്പ് പച്ചരി, അതിന്റെ പകുതി നേരെ പകുതി ചെറിയ കപ്പിൽ 1 കപ്പ് ചോറ്, പിന്നെ 1 ഗ്ലാസ് വെള്ളം, 1/4 കിലോ വെല്ലം. ഈ 1 കപ്പ് അരിയിലേക്ക് 1/4 കിലോ ആണ് വെല്ലം. ഈ വെല്ലം ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉരുക്കാൻ വെക്കാൻ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഉള്ളി, ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ഒരു ഉള്ളി, വലിയ ഉള്ളിയാണിത്. ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മണി, കുറേയൊന്നും വേണ്ട. ഈ അരിക്ക് ഒരു 10 ഉള്ളി ഇടുക. ഇത് ഒരു ഉള്ളി, വലിയ ഒരു ഉള്ളി, ഒരു സാധാരണ മീഡിയം സൈസ് ഒരു ഉള്ളി. ഒരു മുറി തേങ്ങ ചെറുതായിട്ട് കൊത്താക്കിയിട്ടുണ്ട് കേട്ടോ, ചെറിയത്. പിന്നെ ഇതിലേക്ക് ഈ അരിയിലോട്ട് ഈ ഒരു ടീസ്പൂണ് ജീരകം, പിന്നെ കുറച്ച് ഏലക്ക, ഒരു 10 ഏലക്ക, ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുക്കണം. ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ചെറുതാക്കി കൊടുത്തിട്ട് ഒരു കുക്കർ അതിൽ ചൂടാവുകയാണ്. ഇപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇതിലേക്ക്. 2 സ്പൂൺ മതി ഇപ്പോൾ നെയ്യ്. പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂണ് നല്ല ആട്ടിയ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. 1 സ്പൂൺ വെളിച്ചെണ്ണ. നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ച് വെച്ച ഈ വലിയ ഉള്ളി, ഈ ഒരു ഉള്ളി മുറിച്ച് വെച്ചത് അത് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഉള്ളി കോരിയിട്ടുണ്ട്. ഉള്ളി നല്ലോണം അതിനെ കോരിന് തേങ്ങ കൊത്തിട്ട് കൊടുക്കണമെങ്കിലേക്ക്. ഇതൊരു മുറി തേങ്ങ ഉണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇട്ടാം. കുറച്ച് വേണം കുറച്ച് ഇടാം. നമുക്കിപ്പോൾ ഒരു മുറി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് 1 കപ്പ് അരിയിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്നും കൂടി നല്ലോണം മൂക്കണം. ഇത് നല്ല മൂക്കണം. ചെറിയ ഉള്ളിയും മറ്റേ ചുവന്നുള്ളിയും ഒക്കെ ഞാൻ ഒരു വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ കൂടി ഒന്ന് മൂക്കണം. പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പച്ചരിയും ചോറും ജീരകവും ഏലക്കി കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെല്ലം കണ്ട ശർക്കര ഇത് അരച്ച് കൊടുക്കുകയാണ്. ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി കൂട്ടി കൊടുക്കുകയാണ്. ഇത് അരി കുറച്ച് കട്ടിയിൽ ഇറക്കണം. കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടുമ്പോൾ വെള്ളം ജാസ്തിയാവുമല്ലോ. അതിന് ഈ ശർക്കരയൊക്കെ കൂട്ടുമ്പോൾ വെള്ളം കണക്കാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയിൽ നമ്മൾ ഈ അരി അരച്ചിട്ടെടുക്കുന്നത്. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ചോറും അരിയും പിന്നെ ജീരകവും ഏലക്കയും ഒക്കെ പാടെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പരിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു നുള്ളി ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റ് നമുക്ക്
ഇനി ഇതൊന്ന് ഈ കുക്കറിന് അടപ്പൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ വിസിൽ ഊരണം, വിസിൽ വെക്കാൻ പാടില്ല. വിസിൽ വെക്കാതെ ഒരു ചെറിയ ഒരു ഇതിൽ വേണം. ഇത് ഒരു ആവിക്ക് ഇങ്ങനെ വേവാണ്.